ഇന്ന് നമ്മൾ ഒത്തിരിയേറെ നല്ല ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാങ്ങ പുഴു വരാതെ എങ്ങനെ പഴുപ്പിച്ചെടുക്കാം, അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ കാർബൈഡ് വെച്ചാണോ പഴുപ്പിച്ചത്, പിന്നെ നമുക്ക് മാങ്ങ എങ്ങനെ 1 വർഷം വരെ കേടാകാണ്ട് സ്റ്റോർ ചെയ്യാം. അങ്ങനെ കുറേ ടിപ്പുകളുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. ആദ്യം തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന മാങ്ങ കാർബൈഡ് വെച്ചാണോ പഴുപ്പിച്ചത് എന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം. സ്വാഭാവികമായിട്ട് പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ കാർബൈഡ് വെച്ച് പഴുപ്പിച്ചാണെങ്കിൽ ആ ഒരു മണം ഉണ്ടാവില്ല. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാങ്ങയാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലോട്ട് ചെയ്യും കേട്ടോ. അതേസമയം നാച്ചുറലായിട്ട് പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുങ്ങിപ്പോകും. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മാങ്ങ കാർബൈഡ് വെച്ചാണോ പഴുപ്പിച്ചെടുത്തതെന്നറിയാം. ഞാനെടുത്ത പാത്രത്തിൽ വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഈ ഒരു മാങ്ങ നാച്ചുറലായിട്ട് പഴുത്തിയാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ മുങ്ങിപ്പോകുന്നത്. അതേസമയം നമ്മൾ ആദ്യം ഈ വെള്ളത്തിലിട്ട മാങ്ങ കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതാണ്. ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. വില കുറവുള്ള സമയത്തൊക്കെ നമ്മൾ 3-4 കിലോ മാങ്ങയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് വരാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് മാങ്ങ ചീത്തയാകാണ്ടിരിക്കാനും പെട്ടെന്ന് വാടിപ്പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് പഴുക്കാണ്ടിരിക്കാനും പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാങ്ങയിൽ നല്ലതുപോലെ തടകി വെക്കുകയാണെങ്കിൽ മാങ്ങ പെട്ടെന്ന് പഴുക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ വാടിപ്പോകത്തുമില്ല. പലരും ഒരുപാട് മാങ്ങ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ 2-3 ആഴ്ച മാങ്ങ കേടാകാണ്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഈ ഒരു ടിപ്പ് മാമ്പഴത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഏതൊരു ഫ്രൂട്ടിലും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ആ ഒരു ഫ്രൂട്ട് വാടിപ്പോകാണ്ടിരിക്കാൻ നമുക്ക് ഇതുപോലെ വിനാഗിരി തടകി വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ. മാങ്ങ പറിച്ച് പഴുക്കാനായിട്ട് വെച്ചാൽ 3/4% മാങ്ങയും പുഴുത്തു പോകാറുണ്ടല്ലേ. പ്രത്യേകിച്ച് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മാങ്ങയിൽ പെട്ടെന്ന് പുഴു വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇനി പഴുക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മാങ്ങ ഇതിലൊരു 10 മിനിറ്റ് നേരം മുക്കി വെക്കണം കേട്ടോ. ചെറു ചൂടുവെള്ളത്തിൽ തന്നെ ഇത് ചെയ്യണം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഈ ഒരു വെള്ളത്തിൽ മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ മാങ്ങ പഴുപ്പിച്ച് കഴിയുമ്പം അതിനുള്ളിൽ പുഴു ഉണ്ടാവില്ല. മാങ്ങ മൂത്ത് തുടങ്ങുന്ന സമയത്ത് അതിന് പുറത്ത് ചെറിയ ഈച്ചകളും പ്രാണികളും ഒക്കെ മുട്ടയിട്ടിട്ട് ഇത് പഴുത്ത് വരുമ്പം ആ ഒരു ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഉള്ളിലേക്ക് വന്ന് മാങ്ങ മൊത്തമായിട്ട് പുഴുത്തു പോകുന്നത്. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരിക്കലും പുഴുക്കത്തില്ല കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് മാങ്ങയെടുത്ത് നല്ലതുപോലെ തുടച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് കാസ്ട്രോളിലോ അരിപ്പാത്രത്തിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്തും കിട്ടും കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ പാലത്തോലൊക്കെ വെച്ച് ചാക്കിനുള്ളിൽ വെച്ചാണ് നമ്മൾ പഴുപ്പിച്ചെടുക്കുന്നത്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പം പാലത്തോലൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ട് നമ്മൾ കാസ്ട്രോളിലോ അരിപ്പാത്രത്തിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇത് പഴുത്ത് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് 1 വർഷം വരെ മാങ്ങ എങ്ങനെ നമുക്ക് കേടാകാതെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. പച്ചമാങ്ങ സ്റ്റോർ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടമുള്ളവർക്കൊക്കെ അത് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ, അതായത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന മാങ്ങയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം തന്നെ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്തും നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് മാത്രം പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 വർഷക്കാലം നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാനായിട്ട് പറ്റും. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെയുള്ള ക്ലിൻ ഫിലിമിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ എടുത്താലും മതി. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമുക്ക് കറി വെക്കാനായിട്ട് എത്ര മാങ്ങ വേണോ അത് ഒരു ബാച്ചായിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്.
ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം എല്ലാ മാമ്പഴവും കൂടെ നമുക്ക് ഒരുമിച്ചെടുത്ത് തണുപ്പ് മാറാനായിട്ട് വെക്കേണ്ടതില്ല. അപ്പം ബാക്കിയിരിക്കുന്ന മാമ്പഴം ചീത്തയാവത്തില്ല കേട്ടോ. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നല്ലതുപോലെ ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഒട്ടും തന്നെ എയർ കയറാത്ത രീതിയിൽ സീൽ ചെയ്തിട്ട് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു രീതിയിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് മാമ്പഴം സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഒരുപാട് ടിപ്പുകൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പുകളാണ്. ഈ ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പം മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.